ഇസ്ലാം എന്ന ഒരു മതവും ഖുർആൻ എന്ന ഒരു പുസ്തകവും മുഹമ്മദ് എന്ന ഒരു അറബിയും ഈ ലോകത്തുണ്ടാകാതെ പോയിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെ. മനുഷ്യനെ സമാധാനത്തോടെ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും സമ്മതിക്കാത്ത ലോകത്തിലെ ഏക മതം ഇസ്ലാമാണ്. ടോയ്ലറ്റിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രത്യേകതരം മന്ത്രങ്ങളൊക്കെ ചൊല്ലണം. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണേട്ട, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടി എൻ്റെ സഹോദരൻ മതത്തിൽ ജീവിക്കുന്നൊരു വ്യക്തി എന്ന നിലക്ക് ഞാൻ നിങ്ങളോടൊന്ന് സംവദിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും കാണാതെ ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസം ഹൃദയത്തിലുള്ളവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മുസ്ലിം നാമധാരികളെക്കുറിച്ചല്ല, മുസ്ലിം വേഷധാരികളെക്കുറിച്ചല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന വിശ്വാസികൾക്ക് എന്തു പ്രയാസമാണുള്ളത്. കേവലം ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള ദുആകളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അനുശാസിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യുന്ന വിശ്വാസികൾക്കൊരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ കേവലം നിങ്ങൾക്കെന്തു പ്രയാസമാണുള്ളത്. പ്രശസ്തനായ ഐറിഷ് നാടകകൃത്തും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ സഹസ്ഥാപകനുമായ ജോർജ് ബെർണാഡ് ഷാ ദി ജെനുവിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് എടുത്ത് വായിക്കണം. ഞാൻ എല്ലായ്പ്പോഴും മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തെ അതിൻ്റെ അതിശയകരമായ ഊർജ്ജസ്വലത കാരണം അതീവ ആദരവിലാണ് കണ്ടിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിനും യോജിക്കും വിധം ജീവിതത്തിൻ്റെ മാറുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് യോജിച്ചു പോകാനുള്ള കഴിവുള്ള ഒരേ ഒരു മതം ഇസ്ലാമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രവാചകനെ പഠിച്ചിരിക്കുന്നു. അതിശയകരമായ മനുഷ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു ക്രിസ്തു വിരുദ്ധനല്ല, മനുഷ്യവംശത്തിൻ്റെ വിമോചകൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ ലോകത്തിൻ്റെ ഭരണാധികാരിയാകുമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരും വിധം ലോകത്തിലെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കുന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിക്കുമെന്ന് ജോർജ് ബെർണാഡ് ഷാ ദി ജെനുവിൽ ഇസ്ലാം എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒട്ടനവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് സാന്ദർഭികമായി ഇതൊന്ന് ഇവിടെ ഉന്നയിച്ചെന്ന് മാത്രം. വളരെ സ്നേഹത്തോടു കൂടി കൃഷ്ണേട്ടനോടും കൃഷ്ണേട്ടനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം ഒരു കാര്യം പറയുകയാണ്. കൃഷ്ണേട്ടൻ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് സഹായം ചെയ്യുന്ന ഒരാളാണ്. മതം നോക്കി ചെയ്യുന്നയാളെന്നല്ല, ആർക്ക് പ്രയാസമുണ്ടെങ്കിലും കൃഷ്ണേട്ടൻ ഇറങ്ങിച്ചെന്ന് സഹായങ്ങളൊക്കെ നൽകും. എങ്കിൽ തന്നെയും ഈ സഹായങ്ങൾ അധികരിക്കുമ്പോൾ, നാട്ടിൽ പ്രശസ്തനായി മാറുമ്പോൾ, നാട്ടുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാറുമ്പോൾ, ഒരു ഭാഗത്ത് നിന്ന് ചില ആളുകൾ നിങ്ങളെക്കുറിച്ചില്ലാത്ത കുറ്റങ്ങളും, നിങ്ങളെങ്ങാനും ഈ ലോകത്ത് തന്നെ ഇല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഈ നാട് എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം ആളുകൾ നിങ്ങളെ പരിഹസിച്ചാൽ നിങ്ങൾ മോശമാവുമോ? അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്തി വെച്ചവർ ഒരുപക്ഷെ ആ ഒരു വിഭാഗത്തിൻ്റെ പറച്ചിൽ കൊണ്ട് നിങ്ങളെ മോശക്കാരനായി മുദ്ര കുത്തുമോ? ഇല്ല, നിങ്ങളെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് ചേർത്തി വെച്ച് വിശ്വസിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം മറ്റു മതസ്ഥരെയും ചേർത്തു പിടിക്കണം, അയൽവാസി പട്ടിണി കിടന്നാൽ വയറ് നിറക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചൊരു നേതാവിൻ്റെ അനുയായികൾ കൂടിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആനിലുണ്ട്. ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കുന്നത്. എനിക്കോ എന്നെ കേൾക്കുന്ന മുസ്ലിം വിശ്വാസികൾക്കോ ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഗ്രഹമാണ്. അവരുടെ വാക്കുകൾ, അവരുടെ ഇടപെടലുകൾ, അവരുടെ സാമീപ്യം എല്ലാം, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം സഹോദര. ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വന്നതല്ല, നിങ്ങളിൽ വന്നൊരു പോരായ്മ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാകാം, ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം, എന്തു തന്നെ ആയിരുന്നാലും മുസ്ലിമാണോ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഈ പോസ്റ്റ് മുറിവ് തന്നെയാണ്. നിങ്ങൾ തിരുത്തും, ഇനിയെങ്കിലും നല്ല രീതിയിൽ ഞാൻ പഠിക്കും ഉസ്താദേ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നാട്ടിൽ മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ നിങ്ങളൊരു മാറ്റം സൃഷ്ടിക്കുന്നയാളായി മാറാൻ നിങ്ങൾക്കും കഴിയും.
അതുകൊണ്ട് നമ്മൾക്കൊക്കെ നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കാം. ഒരു മതത്തിനെയും കുറ്റം പറയാതെ അവരവർക്കുള്ള വിശ്വാസം അവരവർ പുലർത്തട്ടെ എന്നത് മാത്രം. ഒരു കാര്യം കൂടി ഞാനൊന്ന് ഉണർത്തിക്കൊണ്ട് നിർത്താം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശൗച മര്യാദകളെക്കുറിച്ച് പഠിപ്പിച്ചത് വിശ്വാസികളാകുന്ന ഒരുപറ്റം മുസ്ലിം വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അതൊരു ദോഷമല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്നത്തെ സയൻസിനോട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. മുഹമ്മദ് നബി പഠിപ്പിച്ച ശൗച മര്യാദകൾ, പ്രത്യേകിച്ചും വെള്ളം ഉപയോഗിച്ചുള്ള ശുചീകരണം, ഇന്നത്തെ ശാസ്ത്രം പറയുന്ന നല്ല ആരോഗ്യശീലങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്നവയാണ്. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സുന്നത്തും ശാസ്ത്രവും ഒരുപോലെയാണ് പറയുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ ഇരിക്കണം എന്നുള്ളത് ഇസ്ലാമിക മര്യാദയുടെ ഭാഗമാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് ബ്ലാഡർ പൂർണ്ണമായും ഒഴിയാൻ സഹായിച്ചേക്കാം. പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. കൂടാതെ മൂത്രത്തുള്ളികൾ ശരീരത്തിലോ വസ്ത്രത്തിലോ ആവാതെ നോക്കാനും സഹായകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക. എല്ലാ മതക്കാരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ നമ്മൾക്കും ജീവിച്ചൂടെ? ആയിക്കോട്ടെ.